നമസ്കാരം. ഇലക്ഷൻ ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള LDF സ്ഥാനാർത്ഥി പട്ടിക അന്തിമമായി കഴിഞ്ഞു. മിക്ക മണ്ഡലങ്ങളിലും ചുവരെഴുത്തടക്കം ആരംഭിച്ച് LDF കളത്തിൽ സജീവമായി. മറുഭാഗത്ത് കോൺഗ്രസിലാകട്ടെ സ്ഥാനാർത്ഥി പട്ടിക വൈകും എന്ന സൂചനകളാണ് പുറത്തുവരുന്നത്. ചില മണ്ഡലങ്ങളിലെങ്കിലും സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചുള്ള ആശയക്കുഴപ്പങ്ങൾ നിലനിൽക്കുന്നുണ്ട്. കാരണം ഹൈക്കമാൻഡ് ഇടപെട്ട് നടത്തിയ ഒരു സർവേ അത് വളരെ പ്രധാനപ്പെട്ട ഫാക്ടറായി നിൽക്കുന്ന പശ്ചാത്തലം UDF-നുള്ളിലുണ്ട്. BJP-യിലാകട്ടെ നരേന്ദ്രമോദി കേരളത്തിൽ വരുന്നു. സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സൂചന ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. പക്ഷേ ഒന്നും സംഭവിക്കുന്നില്ല. സെൻട്രൽ കമ്മിറ്റിയുടെ തീരുമാനപ്രകാരം മാത്രമായിരിക്കും BJP-യിൽ സ്ഥാനാർത്ഥി നിർണയം ഉണ്ടാകുക എന്ന വിവരങ്ങളും പുറത്തു വരുന്നു. ഏതായാലും LDF ഇതുവരെ ഒരു പടി മുന്നിലാണ്. എന്താണ് UDF-ൽ കോൺഗ്രസിൽ സംഭവിക്കുന്നത്? എല്ലാ തെരഞ്ഞെടുപ്പുകളിലെയും പോലെ സർവത്ര ആശയക്കുഴപ്പം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടോ? കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ ഇപ്പോഴും ആശയക്കുഴപ്പം ചില മണ്ഡലങ്ങളിലെങ്കിലും ഉണ്ടോ? ഇലക്ഷൻ ചാനൽ ഈ വിഷയം ചർച്ച ചെയ്യുന്നു. എന്നോടൊപ്പം കിരൺ ബാബു കൂടിച്ചേരുകയാണ്. കിരൺ, എന്താണ് UDF-ൽ സംഭവിക്കുന്നത്? ഈ പതിവിൽ കവിഞ്ഞ ഒരു പ്രശ്നം, കാരണം എല്ലാ തെരഞ്ഞെടുപ്പ് കാലത്തും സമാനമായ പ്രശ്നങ്ങൾ ഉണ്ടാകും. അവസാന നിമിഷമാണ് സ്ഥാനാർത്ഥി നിർണ്ണയമൊക്കെ ഉണ്ടാവുക. ഇത്തവണ അതിനപ്പുറത്തുള്ള പ്രശ്നങ്ങൾ കാണുന്നുണ്ടോ ഏതെങ്കിലും തരത്തിൽ? രഞ്ജിത്തെ, ഏറ്റവും എളുപ്പത്തിൽ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കാൻ കഴിയുമായെന്ന് നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചത് കോൺഗ്രസിലാണ്. കാരണം കോൺഗ്രസിന് 19, UDF-ന് 19 സിറ്റിംഗ് സീറ്റുകളുണ്ട്. സിറ്റിംഗ് സീറ്റുകൾ സിറ്റിംഗ് MP-മാർ തന്നെ മത്സരിക്കുന്നു. ആകെ ഒരു സീറ്റ് മാത്രം, ആലപ്പുഴ മാത്രം, അവിടെ മാത്രം സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചാൽ മതി എന്നായിരുന്നു അവസ്ഥ. പക്ഷേ ഇപ്പോൾ സ്ഥാനാർത്ഥി നിർണ്ണയത്തിൽ ഏറ്റവും മുഖ്യ തടസ്സമായി നിൽക്കുന്നത് രാഹുൽ ഗാന്ധി വയനാട്ടിലേക്ക് വരില്ല എന്ന വിഷയത്തിൽ ഒരു അന്തിമ തീരുമാനം രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തു നിന്ന് കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ ഭാഗത്തു നിന്ന് വന്നിട്ടില്ല. രാഹുൽ ഗാന്ധി വയനാട്ടിലേക്ക് വരുന്നില്ലെങ്കിൽ അതിനെ ആശ്രയിച്ചാണ് ആലപ്പുഴയിൽ KC വേണുഗോപാലിന്റെ മത്സര സ്ഥാനാർത്ഥി തീരുമാനവും നിശ്ചയവും എല്ലാം പ്രഖ്യാപനവും എല്ലാം വരേണ്ടത്. അതോടൊപ്പം തന്നെ കോൺഗ്രസിൽ രാഹുൽ ഗാന്ധി നിൽക്കുകയാണെങ്കിൽ ആലപ്പുഴയിൽ KC വേണുഗോപാൽ സ്ഥാനാർത്ഥിയായാൽ അവിടെ ഒരു കോൺഗ്രസിന്റെ 16-അംഗ സ്ഥാനാർത്ഥി പട്ടികയിൽ മുസ്ലിം കാൻഡിഡേറ്റ് ഒന്നുപോലും ഇല്ല എന്നുള്ള ഒരു അവസ്ഥ വരും. അങ്ങനെ കോൺഗ്രസിന് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ കഴിയില്ല. കോൺഗ്രസിന് ഒരു മുസ്ലിം കാൻഡിഡേറ്റിനെ തന്നെ മത്സരിപ്പിക്കേണ്ടി വരും. പക്ഷേ ആലപ്പുഴയിലെ വിജയസാധ്യതകൾ കൂടി പരിശോധിക്കുമ്പോൾ കോൺഗ്രസ് കാണുന്ന ഏറ്റവും കൂടുതൽ വിജയസാധ്യതയുള്ള സ്ഥാനാർത്ഥി 2 തവണ ആലപ്പുഴയിൽ MP-യും അതിനു മുമ്പ് MLA-യും ഒക്കെ ആയിരുന്ന KC വേണുഗോപാൽ തന്നെയാണ്. KC വേണുഗോപാൽ മത്സരിക്കാതിരുന്നത് കൊണ്ടാണ് കഴിഞ്ഞ തവണ പരാജയപ്പെട്ടത് എന്ന് കരുതുന്ന വലിയൊരു വിഭാഗം പ്രവർത്തകരുണ്ട്. അവരുടെ വികാരം കൂടി KC വേണുഗോപാലിന് മാനിക്കേണ്ടതുണ്ട്. അത്തരം തർക്കങ്ങളൊക്കെ ഇപ്പോഴും നിൽക്കുകയാണ്. അതോടൊപ്പം തന്നെ നേരത്തെ കനകലു എന്ന സുനിൽ കനകലു ഒരു റിപ്പോർട്ട് വെച്ചിരുന്നു. ഏതെല്ലാം മണ്ഡലങ്ങളിലാണ് പരാജയ സാധ്യതയുള്ളത്, അവിടുത്തെ സിറ്റിംഗ് MP-മാരെ മാറ്റി പകരം മത്സരിപ്പിക്കണമെന്നുള്ള തീരുമാനമൊക്കെ. അതിൽ ചില MP-മാരെങ്കിലും സ്വമേധയാ തന്നെ താൻ മത്സരിക്കുന്നില്ല. കൊടുക്കലും സുരേഷൊക്കെ വളരെ നേരത്തെ തന്നെ പറഞ്ഞതാണ്, എനിക്ക് മാറിത്തരാൻ ഞാൻ തയ്യാറാണ്, ഞാൻ പലതവണ MP ആയ ആളാണ്, എനിക്ക് പകരം മറ്റൊരു പുതുമുഖത്തെ അവിടെ സ്ഥാനാർത്ഥിയാക്കുമെന്ന് പറഞ്ഞു. പക്ഷേ ഹൈക്കമാൻഡ് അദ്ദേഹത്തിന് നിർദ്ദേശം നൽകിയിരിക്കുന്നത് താങ്കൾ പ്രചരണം തുടങ്ങിക്കോ, താങ്കൾ മാറേണ്ടതില്ല എന്നുള്ള തീരുമാനമാണ്. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട സീറ്റ് പത്തനംതിട്ടയാണ്. പത്തനംതിട്ടയിൽ ആന്റോ ആന്റണിക്ക് പകരം മറ്റൊരു സ്ഥാനാർത്ഥി വരണമെന്നുള്ള വികാരം കോൺഗ്രസിനുള്ളിലുണ്ട്. അതോടൊപ്പം തന്നെ ഈ റിപ്പോർട്ടുകളിലുമൊക്കെ അത്തരം ചില സാധ്യതകൾ, അവിടുത്തെ അദ്ദേഹത്തിന് വിജയസാധ്യതയെ സംബന്ധിച്ച് ചില സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതായത് ഈ രാഹുൽ ഗാന്ധിക്കൊപ്പം KC വേണുഗോപാൽ ആലപ്പുഴ സ്ഥാനാർത്ഥിയോടൊപ്പം മറ്റു ചില മണ്ഡലങ്ങളിലെ MP-മാരുടെ പെർഫോമൻസ് കൂടി ഈ പുതിയ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നതിൽ പ്രശ്നമായി വരികയാണല്ലേ? അങ്ങനെയുള്ള കുറേ തടസ്സങ്ങൾ കൂടി കോൺഗ്രസിന് മുന്നിലുണ്ട്. കോൺഗ്രസിന്റെ ഒരു പ്രധാനപ്പെട്ട വിഷയം ഈ രാഹുൽ ഗാന്ധി അവിടെ വരുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ അവർക്ക് ഒരു അന്തിമ തീരുമാനം എടുക്കേണ്ടതുണ്ട്. അതിനെ ആശ്രയിച്ചാണ് മറ്റ് ചില മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളുടെ നിശ്ചയം കൂടി വരുന്നത്. കണ്ണൂരിന്റെ വിഷയത്തിൽ ഇതുണ്ടായിരുന്നു. പക്ഷേ കണ്ണൂരിന്റെ വിഷയത്തിൽ ഹൈക്കമാൻഡ് തന്നെ ഒരു നിർദ്ദേശം K. സുധാകരൻ നൽകി. K. സുധാകരൻ അവിടെ മത്സരിക്കണമെന്നുള്ള ഒരു നിലപാടിലാണ് നിൽക്കുന്നത്. പക്ഷേ അപ്പോഴും കണ്ണൂരിൽ നിന്നും ഒരു പട്ടിക തന്നെയാണ് അയക്കുന്നത്. മറ്റ് മണ്ഡലങ്ങളിലെല്ലാം തന്നെ കേരളത്തിലെ കോൺഗ്രസുകാർ ഹൈക്കമാൻഡിന് നിലവിൽ നൽകിയിരിക്കുന്നത് സിറ്റിംഗ് MP-മാർക്കെല്ലാം സീറ്റ് അവസരം കൊടുക്കുക, അത് പൂർണ്ണമായ അവസരം കൊടുക്കുക എന്നുള്ളൊരു തീരുമാനം തന്നെയാണ്. ചില മണ്ഡലങ്ങളിലെങ്കിലും ലിസ്റ്റ് വേണമെന്ന് പറഞ്ഞതിന് ചില മണ്ഡലങ്ങളിലെ ഒന്നിലേറെ പേരുടെ പേരുകൾ വെച്ച് ഒരു ലിസ്റ്റ് കൂടി നൽകുന്നുണ്ട്. ഇക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനമെടുക്കേണ്ടത് ഹൈക്കമാൻഡാണ്. അങ്ങനെ ഒരു ചർച്ചയ്ക്ക് വേണ്ടി നാളെ K. സുധാകരനും VD സതീശനും കൂടി ഡൽഹിക്ക് പോകാനും നാളെ വൈകുന്നേരത്തോടു ഒരു അന്തിമ തീരുമാനമെടുക്കാൻ നേരത്തെ ധാരണയായിരുന്നു. പക്ഷേ നാളത്തെ യാത്ര മാറ്റിവെച്ചു. 29-ാം തീയതി എന്തായാലും ഫെബ്രുവരി മാസത്തിൽ എന്തായാലും ഇവർ രണ്ടുപേരും പോകുന്നില്ല. മാർച്ച് ആദ്യവാരം മാത്രമായിരിക്കും ഈ യാത്ര ഉണ്ടാവുക. ഈ മാർച്ച് ആദ്യവാരം തന്നെ അങ്ങനെ ഒരു തീരുമാനം പ്രഖ്യാപിക്കണമെങ്കിൽ സ്വാഭാവികമായും ആലപ്പുഴ ഒഴിച്ചു നിർത്തി ഒരു തീരുമാനം പ്രഖ്യാപിക്കലൊക്കെ അവർക്ക് പ്രയാസമാണ്. ചില മണ്ഡലങ്ങളിലെ ആളുകളെ മാറ്റണമെങ്കിൽ ഇതെല്ലാം സാമുദായിക ഇക്വേഷൻ, കോൺഗ്രസ് കാലങ്ങളായി തുടർന്നു വരുന്ന ചില സാമുദായിക ഇക്വേഷൻ ഉണ്ട്. ഇതിനിടയിലാണ് ലീഗിന്റെ 3ാമത്തെ ഒരു സീറ്റ് കൂടി ആവശ്യം. അത് ലോക്സഭയ്ക്ക് പകരം രാജ്യസഭ നൽകാം എന്നുള്ളത്
സംസ്ഥാന നേതൃത്വം ഒരു ധാരണയിലെത്തി. പക്ഷേ കേന്ദ്ര നേതൃത്വം ഹൈക്കമാൻഡ് അക്കാര്യത്തിൽ ഒരു രാജ്യസഭാ സീറ്റ്, ഇനി ഒഴിവരുന്ന രാജ്യസഭാ സീറ്റ് വരാൻ പോകുന്നത് ഈ ജൂലൈ 1-നാണ്. ആ രാജ്യസഭാ സീറ്റിൽ നൽകാൻ കഴിയില്ല എന്നുള്ള നിലപാടിലാണ് ഇപ്പോഴും നിൽക്കുന്നത്. പക്ഷേ മറിച്ചൊരു ആവശ്യമൊക്കെ പ്രധാനമായും ശക്തമായ സമ്മർദ്ദമടക്കം കേരളത്തിലെ നേതാക്കൾ ഹൈക്കമാൻഡ് മുന്നിൽ ചെലുത്തുന്നുണ്ട്. അവിടെയും ഒരു അന്തിമ തീരുമാനം എന്തായാലും വന്നിട്ടില്ല. തീർച്ചയായും അതാണ് പ്രധാനപ്പെട്ട കാര്യം. അതായത് UDF-ൽ സർവത്ര ആശയക്കുഴപ്പം വിവിധ തലങ്ങളുമായി ബന്ധപ്പെട്ടുണ്ട് എന്നുള്ളതാണ്. നേരത്തെ കിരൺ പറഞ്ഞതുപോലെ ചില മണ്ഡലങ്ങളിലെങ്കിലും, ഈ പത്തനംതിട്ട അടക്കമുള്ള മണ്ഡലങ്ങളിലെങ്കിലും സ്ഥാനാർത്ഥികൾ മാറുമെന്ന സൂചനകൾ പുറത്തു വരുന്നു. രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥം ഒരു വലിയ പ്രശ്നമായി മാറുന്നുണ്ട്. ആലപ്പുഴയിലെ KC വേണുഗോപാൽ വരുമോ എന്നതും ചർച്ചയാകുന്നുണ്ട്. ഒപ്പമാണ് ലീഗുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ പുരോഗമിക്കുന്നത്. ഏതായാലും ഇടതുമുന്നണി കളം നിറഞ്ഞു തന്നെയാണ്. കാരണം ഒരു പടിയല്ല, രണ്ട് പടിയല്ല, ഒരുപക്ഷെ 3-4 പടി മുന്നേ ഇടതുമുന്നണി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. കളം നിറഞ്ഞാണ് ഇടതുമുന്നണി എന്നുള്ളതാണ്. സ്ഥാനാർത്ഥികളുടെ പ്രഖ്യാപനം ഇന്നുണ്ടായി. CPM-ഉം CPI-യും അടക്കമുള്ള പ്രധാനപ്പെട്ട കക്ഷികൾ ഇതുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനം നടത്തി. 16 സീറ്റുകളിൽ CPM-ഉം 4 സീറ്റുകളിൽ CPI-യും ഇടതുമുന്നണിയുടെ ഭാഗമായി മത്സരിക്കുന്നു. കാരണം എല്ലാ തെരഞ്ഞെടുപ്പുകളിലും അത് പതിവാണ്. കാരണം LDF-ന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ആദ്യം തന്നെ സംഭവിക്കും. ഇത്തവണ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം പോലും വന്നിട്ടില്ല. പക്ഷേ അപ്പോഴും ഇടതുമുന്നണി ചുവരെഴുത്തിറക്കം തുടങ്ങിക്കഴിഞ്ഞു. കിരൺ, അതുതന്നെയാണ് ഏറ്റവും പ്രധാനം. രഞ്ജിത്ത്, കേരളത്തിൽ പ്രധാനമായും ഇടതുമുന്നണിയും വലതുമുന്നണിയും തമ്മിലാണ് മത്സരം. ചില മണ്ഡലങ്ങളിൽ ത്രികോണ മത്സരവും നടക്കുന്നുണ്ട്. ഈ ഇടതുമുന്നണി സാധാരണഗതിയിൽ തന്നെ ആദ്യം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും. കോൺഗ്രസ് അവസാന സമയത്തൊക്കെയാണ് പലപ്പോഴും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുക. ഇത്തവണയെങ്കിലും അത് ഉണ്ടാവില്ല. അങ്ങനെ നേരത്തെ തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കണമെന്ന തരത്തിലേക്കുള്ള തീരുമാനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇടതുമുന്നണിയുടെ 20 മണ്ഡലങ്ങളിലേക്കും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ ഏകദേശം പട്ടിക പുറത്തു വരികയും ഒക്കെ ചെയ്തിരുന്നു. അവരാരും ആ പട്ടിക നിഷേധിക്കുകയൊന്നും ചെയ്തിരുന്നില്ല. ഇന്ന് വൈകുന്നേരം പ്രഖ്യാപിക്കുന്നെങ്കിൽ ഇന്ന് വൈകുന്നേരം തന്നെ ഇതിൽ ഒട്ടുമിക്ക സ്ഥാനാർത്ഥികളും റോഡ് ഷോ ആരംഭിക്കുകയും ചെയ്തു കഴിഞ്ഞു. അപ്പോൾ ഇവർ ഒരു ഘട്ടത്തിലെ പ്രചരണം പൂർണ്ണമായും പൂർത്തിയാക്കിയ ശേഷമാവും മിക്കവാറും കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി. ഇപ്പോഴത്തെ സൂചന അനുസരിച്ചാണെങ്കിൽ കോൺഗ്രസിന് ഒരാഴ്ചയെങ്കിലും വൈകാൻ സാധ്യതയുണ്ട് അന്തിമ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വരാൻ. ഈ രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം അടക്കം പലപ്പോഴും നിശ്ചയിക്കാനുള്ള പ്രധാന തടസ്സമായി നിൽക്കുന്നത് മുഖ്യ തടസ്സം രാഹുലിന്റെ സ്ഥാനാർത്ഥം, രാഹുലിന്റെ തീരുമാനം എന്നുള്ളതാണ്. കഴിഞ്ഞ തവണ രാഹുൽ ഉണ്ടാക്കിയ ഇമ്പാക്ട് ചെറുതായിരുന്നില്ല. നമുക്ക് അറിയാം, രാഹുലിന്റെ സ്ഥാനാർത്ഥം കേരളത്തിൽ ഉണ്ടാക്കിയ ഇമ്പാക്ട് ചെറുതായിരുന്നില്ല. വലിയ തീരുമാനം രാഹുലിന്റെ ഭാഗത്തുനിന്നുണ്ടാവുകയും അത് കേരളത്തിലെങ്കിലും ഇടതുമുന്നണിക്ക് UDF-ന് 19 സീറ്റ് നൽകുകയും ചെയ്തു. പക്ഷേ ഉത്തരേന്ത്യയിൽ അതെങ്ങനെ പ്രതിഫലിച്ചു എന്നതും പ്രധാനമാണ്. ആ തീരുമാനങ്ങളൊക്കെ ഇത്തവണ രാഹുലിന്റെ പിന്മാറ്റത്തിന് ഒരുപക്ഷെ കാരണമായി കാണാം. തെലങ്കാനയും കർണാടകയും ഒക്കെ രാഹുൽ ലക്ഷ്യം വെക്കുന്നു എന്ന വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. കിരൺ, രഞ്ജിത്തെ, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം, കഴിഞ്ഞ തവണത്തെ ഒരു സാഹചര്യമല്ല ഇന്ത്യയിലുള്ളത്. ഇത്തവണ കോൺഗ്രസ് പ്രധാനമായും കോൺഗ്രസിൻ്റെ ദൗർബല്യം കൃത്യമായും തിരിച്ചറിയുന്നു. അതുകൊണ്ടാണ് ഇന്ത്യ മുന്നണിക്ക് വേണ്ടി വലിയ വിട്ടുവീഴ്ചയൊക്കെ നടത്തിക്കൊണ്ട് ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി മറ്റു പാർട്ടികളെ കൂട്ടിയോജിപ്പിച്ച് നിർത്തുന്നത്. ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ പോലും 5 നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ നിയമസഭയിൽ 1-2 സീറ്റുകളൊക്കെ മധ്യപ്രദേശിൽ SP-ക്ക് കൊടുക്കാൻ അവർ ആവശ്യപ്പെട്ടെങ്കിൽ അതുപോലും നൽകാൻ തയ്യാറായിരുന്ന കോൺഗ്രസ് ഇപ്പോൾ SP-ക്ക് മധ്യപ്രദേശിൽ ഒരു സീറ്റ് നൽകാൻ തയ്യാറാവുന്നു. ഡൽഹിയിൽ ആരുമായും വിട്ടുവീഴ്ചയ്ക്കില്ല എന്ന നിലപാട് സ്വീകരിച്ചിരുന്ന അരവിന്ദ് കെജ്രിവാൾ ഡൽഹിയിൽ 3 സീറ്റ് കോൺഗ്രസിന് നൽകുന്നു. ഗുജറാത്തിൽ ആം ആദ്മി പാർട്ടിക്ക് പകരം സീറ്റ് കോൺഗ്രസ് നൽകുന്നു. അങ്ങനെ ഹരിയാനയിൽ ഒരു സീറ്റ് കോൺഗ്രസ് ആം ആദ്മി പാർട്ടിക്ക് നൽകുന്നു. പക്ഷേ പഞ്ചാബിൽ അവർ പരസ്പരം മത്സരിക്കുകയും ചെയ്യുകയാണ്. കാരണം മുഖ്യ എതിരാളികൾ ആ 2 പാർട്ടികൾ തന്നെയാണ്. ഇത്തരം വിട്ടുവീഴ്ചയുടെയൊക്കെ ഫലമായി കൂടിയാണ് ഇത്തവണ കോൺഗ്രസ് നിൽക്കുന്നത്. കോൺഗ്രസിന് ഇപ്പോൾ ആലോചിക്കുന്നത് ഇന്ത്യ മുന്നണിയിലെ പ്രധാനപ്പെട്ട ഒരു നേതാവിനെതിരെ, അത് ദേശീയ തലത്തിൽ നിൽക്കുന്ന ഒരു നേതാവിനെ തന്നെ മത്സരിപ്പിച്ച് അവിടെ ഒരു ടാക്ടിക്കൽ തുറുപ്പുകുലാൻ ഒക്കെ ഇറക്കുക എന്ന് പറയുന്ന പോലെ കോൺഗ്രസിനെ വിട്ടിലാക്കുന്ന ഒരു നീക്കമാണ് CPI നടത്തിയത്. ദേശീയ നേതൃത്വത്തിൽ നിന്ന് ആനി രാജയെ വയനാട് മത്സരിപ്പിക്കുന്നു. ദേശീയ തലത്തിലൊക്കെ രാഹുൽ ഗാന്ധിക്കൊപ്പം നിൽക്കേണ്ട ഒരു നേതാവാണ് ആനി രാജ. രാഹുൽ വരുമെന്ന് പറഞ്ഞാണ് അല്ലേ ആനി രാജയെ വയനാട്ടിൽ മത്സരിപ്പിക്കുന്നത്. ഇപ്പോൾ ഒടുവിൽ രാഹുൽ വരുന്നില്ല. പക്ഷേ ആനിരാജയ്ക്ക് അവിടെ മത്സരിക്കേണ്ട അവസ്ഥയും വരുന്നു. ആനിരാജയ്ക്കുള്ള പ്രചരണം തുടങ്ങിക്കഴിഞ്ഞു. അത് സ്വാഭാവികമായി അങ്ങനെ തന്നെയാണ്. CPI-യും CPM-ഉം ഒക്കെ സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചാൽ സാധാരണ എതിരാളി മാറിയെന്ന് കരുതി അവർ സ്ഥാനാർത്ഥികളെ മാറ്റാറില്ല. പക്ഷേ കോൺഗ്രസ് അങ്ങനെയല്ല. എതിരാളികളെ അവസാന നിമിഷവും തെരഞ്ഞെടുപ്പിന്റെ നോമിനേഷൻ പിൻവലിക്കേണ്ടതിന്റെ അവസാന നിമിഷം സ്ഥാനാർത്ഥികളെ, അതുവരെ പ്രചരണം നടത്തിയ സ്ഥാനാർത്ഥികളെ മാറ്റി പകര സ്ഥാനാർത്ഥികളെ കൊണ്ടുവരികയും അവരെ 3 പേരെയും ജയിപ്പിക്കുകയും ഒക്കെ ചെയ്ത ചരിത്രം കേരളത്തിൽ കരുണാകരൻ IA ഗ്രൂപ്പ് ശക്തമായി നിന്ന ഘട്ടത്തിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. കോൺഗ്രസിന് ഇതൊക്കെ ഒരു തരത്തിൽ പറഞ്ഞാൽ ശീലമാണ്. പക്ഷേ പണ്ടത്തെ ശീലം ഒക്കെ പറഞ്ഞാൽ ആന നല്ല ശക്തിയായി നിന്ന കാലത്താണ് ഈ ശീലങ്ങളൊക്കെ ജയിച്ചത്. പക്ഷേ ഇപ്പോൾ തൊഴുത്തിൽ കെട്ടാൻ ഭാഗത്തിലേക്കൊക്കെ മെലിഞ്ഞു നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ ഇതൊക്കെ എത്രത്തോളം കഴിയുമെന്നുള്ള ചോദ്യം ഇപ്പോൾ കോൺഗ്രസിന് മുന്നിലുണ്ട്. കോൺഗ്രസിനെ സംബന്ധിച്ച് പ്രധാന വിഷയം, രാഹുൽ ഗാന്ധി ഇപ്പോൾ നിലവിൽ ഹൈക്കമാൻഡ് ലഭിക്കുന്ന
ലഭിക്കുന്ന സൂചന അനുസരിച്ച് ഉത്തർപ്രദേശിലെ ഒരു സീറ്റിൽ മത്സരിക്കുക, അത് അമേഠിക്ക് പകരം റായ്ബറേലിൽ മത്സരിക്കുക. റായ്ബറേലിൽ കഴിഞ്ഞ തവണ അടക്കം 1 ലക്ഷത്തിലേറെ ഭൂരിപക്ഷത്തിൽ വിജയിക്കാൻ കഴിഞ്ഞതാണ് സോണിയാഗാന്ധിക്ക്. അതോടൊപ്പം തന്നെ അമേഠിയിലെ കഴിഞ്ഞ തവണ ഉണ്ടായിരുന്ന അവസ്ഥയല്ല റായ്ബറേലിൽ ഇപ്പോഴും ഉള്ളത്. റായ്ബറേലിലെ 5 നിയമസഭാ സീറ്റുകളിൽ 4 വിജയിച്ചത് SP ആണ്, ഒരിടത്ത് മാത്രമാണ് BJPക്ക് ജയിക്കാൻ കഴിഞ്ഞത്. അങ്ങനെയാണെങ്കിൽ SP കൂടി സഹായമുണ്ടെങ്കിൽ, കഴിഞ്ഞ തവണ SP സഹായം ലഭിച്ചിരുന്നില്ല എന്നതുകൂടി ആലോചിക്കണം. SP സഹായം കൂടി ഉണ്ടെങ്കിൽ റായ്ബറേലിൽ അനായാസം കോൺഗ്രസിന് ജയിക്കാൻ കഴിയും. രാഹുൽ ഗാന്ധിക്ക് സുരക്ഷിതമായ ഒരു മണ്ഡലമായി ഒപ്പം ഒരു സീറ്റിലേക്ക് മത്സരിക്കുക, അത് BJPയുമായി നേരിട്ട് പോരാട്ടം നടക്കുന്ന കർണാടകയിലെ ഒരു സീറ്റിൽ മത്സരിക്കുക, അല്ലെങ്കിൽ തെലങ്കാനയിലെ ഒരു സീറ്റിൽ മത്സരിക്കുക. ഇത് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചുകൂടെ എന്നുള്ള ചോദ്യം വരും. നേരത്തെ പ്രഖ്യാപിച്ചാൽ ഉണ്ടാകുന്ന ഒരു വലിയ അപകടം, കോൺഗ്രസ് അങ്ങനെ പ്രഖ്യാപിക്കുകയാണെങ്കിൽ BJP ചിലപ്പോൾ ഏറ്റവും വലിയ ദേശീയ നേതാക്കളെ തന്നെ രാഹുൽ ഗാന്ധിക്കെതിരെ അവിടെ അവതരിപ്പിക്കാൻ സാധിക്കും. അങ്ങനെ ഒരുപാട് അപകടങ്ങൾ അവിടെ കോൺഗ്രസ് അനായാസം ജയിക്കാവുന്ന ഒരു സ്ഥലം കൂടിയല്ല കർണാടക. കിരൺ, നമ്മുടെ ആലപ്പുഴ, അത് നമുക്കറിയാം കഴിഞ്ഞ തവണ 20-ൽ 19 സീറ്റും UDFനൊപ്പം നിന്നപ്പോൾ ചെറിയ ഭൂരിപക്ഷത്തിന് കോൺഗ്രസ് തോറ്റ മണ്ഡലമാണ് ആലപ്പുഴ. അവിടെ KCയുടെ അസാന്നിധ്യം അന്ന് ശ്രദ്ധേയമായിരുന്നു. കാരണം KC അവിടെ ദീർഘകാലം MP ആയിരുന്ന ആളാണ്. അതിനുശേഷം ഷാനിമോൾ ഉസ്മാൻ വരുന്നു. പലവിധ ഫാക്ടറുകൾ കൊണ്ട് ഷാനിമോൾ ഉസ്മാൻ പരാജയപ്പെടുന്ന പശ്ചാത്തലം ഉണ്ടാവുകയാണ്. ചെറിയ വോട്ടുകൾക്കാണ് എങ്കിൽ പോലും. ആരിഫ് ഒരു പച്ചത്തുരുത്തായി CPMന് ഇവിടെ കേരളത്തിൽ ഉണ്ടാകുന്ന പശ്ചാത്തലം ഉണ്ട്. കണലൊരു തരി എന്നൊക്കെയാണ് വിശേഷിപ്പിക്കപ്പെട്ടത് ആരിഫിനെ കുറിച്ച്. ഇത്തവണ ആരിഫ് തന്നെയാണ് ആലപ്പുഴയിൽ LDFന്റെ സ്ഥാനാർത്ഥിയായി വരുന്നത്. അവിടെ ചിത്രരഞ്ജനൊക്കെ പോസ്റ്റർ അല്ലെങ്കിൽ ചുവരെഴുതുന്ന ചിത്രങ്ങളൊക്കെ പുറത്തു വന്നു കഴിഞ്ഞു, ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നു കഴിഞ്ഞു. അവിടെ KC വേണുഗോപാൽ വരുമ്പോൾ വലിയ മാറ്റങ്ങൾ സംഭവിക്കും, സ്വാഭാവികമാണ്. കാരണം KC അത്രത്തോളം ജനകീയനാണ് ആലപ്പുഴയിൽ, അല്ലേ രഞ്ജിത്തെ? അത് തന്നെ 2 ഘടകങ്ങളാണല്ലോ. ഒന്ന്, ആലപ്പുഴയുടെ വിജയസാധ്യത. ആലപ്പുഴയെ സംബന്ധിച്ച് കോൺഗ്രസിനും UDFനും അവതരിപ്പിക്കാൻ കഴിയുന്ന വിജയസാധ്യത ഏറ്റവും കൂടിയ സ്ഥാനാർത്ഥി KC വേണുഗോപാൽ തന്നെയാണ്. KC വേണുഗോപാൽ 2 തവണ അവിടെ MP ആയ ആളാണ്. എല്ലാ മണ്ഡലത്തിലും ഭൂരിപക്ഷം നേടി തന്നെ MP ആയ ആളാണ്. അതിനു മുമ്പ് അവിടെ MLA ആയ ആളാണ്. ഈ ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിന്റെ എല്ലാ പരിധിയിലും വ്യാപകമായ ബന്ധമുണ്ടാക്കുകയും അത്തരത്തിലൊക്കെ ഇലക്ഷൻ മാനേജ് ചെയ്യാൻ എല്ലാ വിഭാഗങ്ങളുമായും, പ്രത്യേകിച്ച് KC വേണുഗോപാൽ മത്സരിക്കാൻ ഇറങ്ങുകയാണെങ്കിൽ എല്ലാ സാമുദായിക സമവാക്യവും KC വേണുഗോപാലിന് അനുകൂലമാക്കി നിർത്താനൊക്കെ കഴിയുന്ന അത്തരത്തിൽ കൂടി ശേഷിയുള്ള ഒരു നേതാവ് കൂടിയാണ്. ആകെ വെള്ളാപ്പള്ളി നടേശൻ മാത്രമാണ് പണ്ട് KC വേണുഗോപാലിനെതിരെ പരസ്യമായ നിലപാട് സ്വീകരിച്ചത്. പക്ഷേ വെള്ളാപ്പള്ളി നടേശൻ അങ്ങനെ നിലപാട് സ്വീകരിക്കുമ്പോൾ വെള്ളാപ്പള്ളി നടേശന്റെ നിലപാടുകൾ കൊണ്ട് ഈഴവ വോട്ടിൽ കാര്യമായ എന്തെങ്കിലും മാറ്റം ഉണ്ടാകുന്നില്ല എന്ന് മാത്രമല്ല, മറ്റ് വിഭാഗങ്ങളുടെ വോട്ടുകളിൽ KCക്ക് അനുകൂലമായ മാറ്റം ഉണ്ടാകുകയും ഒക്കെ ചെയ്യും. ഇത്തരം ടാക്ടിക്സുകളൊക്കെ നന്നായി അറിയുന്ന ആൾ കൂടിയാണ് KC വേണുഗോപാൽ. ആലപ്പുഴയിലെ പ്രധാനപ്പെട്ട ഒരു സമുദായത്തിൻ്റെ നേതാവായിട്ട് കൂടി അദ്ദേഹം ഇലക്ഷനിൽ മത്സരിക്കുമ്പോൾ പല പ്രധാനപ്പെട്ട നേതാക്കളും ആവശ്യപ്പെട്ടതാണ് വെള്ളാപ്പള്ളി നടേശനെ പോയി കാണണമെന്ന്. പക്ഷേ വെള്ളാപ്പള്ളി നടേശനെ കാണാതിരിക്കുകയാണ് KC വേണുഗോപാൽ അന്ന് ചെയ്തത്. അദ്ദേഹത്തിന് കൃത്യമായ ഒരു രാഷ്ട്രീയം ഉണ്ടായിരുന്നു. എങ്ങനെയാണ് വെള്ളാപ്പള്ളി നടേശന്റെ തീരുമാനത്തെ വോട്ടിനെ ബാധിക്കുക എന്നൊക്കെ അദ്ദേഹത്തിന് ധാരണയുണ്ടായിരുന്നു. അങ്ങനെ ഒരു നേതാവിനെ അവതരിപ്പിച്ചാൽ സ്വാഭാവികമായും അവിടെ ജയസാധ്യത. രണ്ടാമത്തെ വിഷയം KC വേണുഗോപാലിൻ്റെതാണ്. KC വേണുഗോപാൽ കഴിഞ്ഞ കുറേ കാലമായി ദേശീയ നേതൃത്വത്തിൽ നിൽക്കുകയാണ്. കേരളവുമായിട്ടുള്ള ബന്ധം ഏറെക്കുറെ വിട്ടു എന്ന് തന്നെ പറയാം. പലപ്പോഴും ചില സ്ഥാനങ്ങളിലേക്ക് തൻ്റെ അനുഭാവികളെ അല്ലെങ്കിൽ തനിക്കൊപ്പം നിൽക്കുന്നവരെയൊക്കെ വെക്കുക എന്നതിനപ്പുറത്തേക്ക് പലപ്പോഴും പഴി കേൾക്കേണ്ടി വരുന്നതുമൊക്കെ, കേരളത്തിലെ പരാജയത്തിനൊക്കെ പഴി കേൾക്കേണ്ടി വരുന്ന ഒരു നേതാവ് കൂടിയാണ്. അപ്പോൾ കേരളത്തിൽ സജീവമായി ഇടപെട്ട് നിൽക്കേണ്ടത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഭാവിക്ക് കൂടി KC വേണുഗോപാലിന് അനിവാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇനിയിപ്പോൾ അവസാന നിമിഷം മത്സരിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ പോലും ഞാൻ മത്സരിക്കാൻ തയ്യാറായിരുന്നു, ഞാൻ കോൺഗ്രസിന് വേണ്ടി മത്സരിക്കാൻ റെഡിയാണ് എന്നൊരു സന്ദേശം ജനങ്ങളിൽ നൽകുകയെങ്കിലും അറ്റ്ലീസ്റ്റ് വേണ്ടത് KC ആലപ്പുഴയിൽ വന്നപ്പോൾ പ്രധാനമാണ്. ആലപ്പുഴ മാധ്യമപ്രവർത്തകർ ചോദിച്ചിരുന്നു, അതായത് ആലപ്പുഴയിൽ മത്സരിക്കണമെന്നാണല്ലോ പാർട്ടി പ്രവർത്തകർ വികാരം, അത് താൻ മാനിക്കുന്നു, തീരുമാനം പാർട്ടി എടുത്താൽ മത്സരിക്കും എന്ന ഒരു അർത്ഥസമ്മതം മൂളിയാണ് മടങ്ങിയത് ദില്ലിയിലേക്ക്. നമുക്ക് ഇതടക്കം നിരവധി കാര്യങ്ങൾ കോൺഗ്രസിൻ്റെ കേരളത്തിലെ സാധ്യതകളുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യേണ്ടതുണ്ട്. വളരെ പെട്ടെന്ന് തിരിച്ചു വരാം ഇലക്ഷൻ ചാനലിലേക്ക്, ഇടവേളയ്ക്ക് ശേഷം. ഇലക്ഷൻ ചാനൽ തുടരുകയാണ്. വയനാട് വളരെ പ്രധാനപ്പെട്ട ഒരു മണ്ഡലമാണ്. കാരണം രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം ഏറെ കോൺഗ്രസിന് പ്രയോജനം ചെയ്ത ഒരു മണ്ഡലമാണ്. അവിടെ 4 ലക്ഷത്തിൽ പരം വോട്ടുകൾക്ക് രാഹുൽ ഗാന്ധി ഒരുപക്ഷെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ച മണ്ഡലം കൂടിയാണ്. വയനാട്ടിൽ രാഹുൽ ഇല്ലെങ്കിൽ ആര് എന്ന ചോദ്യം പ്രധാനമാണ്. കാരണം അവിടെ മുസ്ലിം വിഭാഗത്തിൽ നിന്ന് ആലപ്പുഴയിൽ കഴിഞ്ഞ തവണ ഷാനിമോൾ ഉസ്മാൻ മത്സരിച്ചു, പരാജയപ്പെട്ടു. വയനാട്ടിൽ ഒരു മുസ്ലിം പ്രാതിനിധ്യം കൊടുക്കണം. അത് കാരണം ഈ സാമുദായികമായി സന്തുലിതാവസ്ഥ നിലനിർത്തുക എന്നതും UDFന് പ്രധാനമാണ്. കിരൺ, വയനാട്ടിൽ രാഹുൽ ഇല്ലെങ്കിലല്ലേ മുസ്ലിം വിഭാഗത്തിൽ നിന്ന് മറ്റൊരാൾ? രഞ്ജിത്തെ, അത് തന്നെയാണ് ഇപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയൊരു തർക്കമായി നിൽക്കുന്നത്. ഈ രാജ്യസഭാ സീറ്റിൻ്റെ വിഷയത്തിലായാലും അത് തന്നെയാണ് തർക്കമായി നിൽക്കുന്നത്. കഴിഞ്ഞ തവണ മത്സരിച്ച് സാധാരണഗതിയിൽ കോൺഗ്രസിൽ നിന്ന് 2 മുസ്ലിം വിഭാഗത്തിൽ നിന്ന് 2 പേരാണ് മത്സരിക്കുന്നത്. ആകെ UDFൽ 4 പേർ മത്സരിക്കും. 4 ക്രിസ്ത്യാനികൾ എന്നുള്ളതാണ്. 4 ക്രിസ്ത്യാനികൾ, 4 മുസ്ലിം വിഭാഗത്തിൽ നിന്ന് 4 പേർ.
അതിൽ രണ്ടുപേരാണ് കോൺഗ്രസിൽ മത്സരിച്ചുകൊണ്ട് തുടർച്ചയായിട്ടിരുന്നത്. കഴിഞ്ഞ തവണയാണ് അതിലൊരു മാറ്റം വന്നത്. കഴിഞ്ഞ തവണ മാറ്റം വരാൻ കാരണം വയനാട് ടി സിദ്ദിഖിന്റെ പേരും ആലപ്പുഴയിൽ ഷാനിമോൾ ഉസ്മാന്റെ പേരുമാണ് തീരുമാനിച്ചിരുന്നത്. ടി സിദ്ദിഖ് മാറേണ്ടി വന്നു. പക്ഷേ രാഹുൽ ഗാന്ധി വന്നതുകൊണ്ടുള്ള മാറ്റം ചെറിയ രീതിയിലുള്ള മാറ്റമാണ്. ആ മാറ്റത്തെ സ്വാഭാവികമായും അതൊരു സാമുദായിക തർക്കമായിട്ടൊന്നും മാറില്ല. പക്ഷേ ഒരു മുസ്ലിം പോലും ഇല്ലാതെ UDF-ന് അങ്ങനെ ഒരു സ്ഥാനാർത്ഥി, കോൺഗ്രസിന് അങ്ങനെ ഒരു സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കാൻ കഴിയില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായും BJP-യും ഇടതുമുന്നണിയും ഒക്കെ അത് ആയുധമാക്കാൻ സാധ്യതയുണ്ട്. മുസ്ലിം വിഭാഗത്തിന് വേണ്ടി വാദിക്കുന്നു, മുസ്ലിങ്ങളുടെ വോട്ട് വൻതോതിൽ വാങ്ങിക്കുന്നു. കഴിഞ്ഞ തവണ വിജയിച്ചതുപോലും മുസ്ലിം വോട്ട് നിർണായകമായിരുന്നു. അങ്ങനെ ഒരു പാർട്ടിക്ക് ഒരാൾക്ക് പോലും മുസ്ലിം വിഭാഗത്തിൽ നിന്ന് സ്ഥാനാർത്ഥിത്വം കൊടുത്തില്ല എന്നുള്ളൊരു അവസ്ഥ വരും. ആലപ്പുഴയിലേക്ക് KC വേണുഗോപാൽ മത്സരിക്കുകയാണെങ്കിൽ വയനാട്ടിലേക്ക് മുസ്ലിം വിഭാഗത്തിൽ നിന്ന് മാത്രമേ ഒരാളെ കോൺഗ്രസിന് തീരുമാനിക്കാൻ കഴിയൂ. എങ്കിൽ മാത്രമേ 16-ൽ ഒരാളുടെയെങ്കിലും പ്രാതിനിധ്യം മുസ്ലിം വിഭാഗത്തിന് നൽകാൻ കഴിയൂ. രാജ്യസഭയിൽ ഇപ്പോഴത്തെ പ്രതിസന്ധിയുടെ ഒരു അടിസ്ഥാനവും അതുതന്നെയാണ്. രാജ്യസഭയിൽ നിലവിൽ കോൺഗ്രസിന് ഒരൊറ്റ അംഗം മാത്രമാണുള്ളത്. അത് ജബി മേത്തറാണ്. ജബി മേത്തർക്ക് അങ്ങനെ ഒരു രാജ്യസഭാംഗം കൊടുക്കാനുള്ള കാരണം തന്നെ മുസ്ലിം വിഭാഗത്തിൽ നിന്ന് ഒരാൾ മത്സരിച്ചു, അയാൾ പരാജയപ്പെട്ടു, ഷാനിമോൾ ഉസ്മാൻ പരാജയപ്പെട്ടു. അങ്ങനെ ഒരു വിഭാഗത്തെ പൂർണ്ണമായും അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല. ആ പരിഗണന കൂടി നൽകിക്കൊണ്ടാണ് ജബി മേത്തറിന് രാജ്യസഭാംഗത്വം കൊടുത്തത്. ഇനി ഒരു രാജ്യസഭാംഗത്വം വീണ്ടും ലീഗിന് കൊടുത്തു കഴിഞ്ഞാൽ നിലവിൽ ലീഗിൻ്റെ അംഗങ്ങൾ രണ്ടായി മാറും. ഈ തവണ ഒരു സീറ്റിൽ മാത്രമാണ് UDF-ന് ജയിക്കാൻ കഴിയുക. അങ്ങനെ രണ്ടായി മാറിക്കഴിഞ്ഞാൽ ആ രണ്ടാമത്തെ സ്ഥാനത്തേക്ക് വരുന്നതും സ്വാഭാവികമായും ഒരു മുസ്ലിം സ്ഥാനാർത്ഥി തന്നെയാവും. അങ്ങനെയാണെങ്കിൽ അതിനുശേഷം വരുന്ന രാജ്യസഭാ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് 2027-ലാണ്. 2027-ന് മുമ്പ് കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കേണ്ടതുണ്ട്. കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഒരു ഘട്ടത്തിൽ UDF-ൽ നിന്നുള്ള 3 MP-മാരും മുസ്ലിം വിഭാഗത്തിൽ നിന്നായാൽ സ്വാഭാവികമായും ക്രിസ്ത്യൻ വോട്ടുകളിലൊക്കെ അത് വലിയ തോതിൽ ബാധിക്കാനും അത്തരം ചർച്ചകളൊക്കെ വരാൻ സാധ്യതയുണ്ട്. ഈ അപകടം കൂടി മുന്നിൽ കണ്ടുകൊണ്ടാണ് അക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനമെടുക്കാതെ ഇനി വീണ്ടും ലോക്സഭയിലേക്ക് ഒരു പുനർചിന്തനം വേണോ, വടകര മാറ്റി തീരുമാനിക്കണോ, വടകര മുസ്ലിം ലീഗിന് കൊടുക്കണോ, അത്തരത്തിലുള്ള ചർച്ചകളൊക്കെ വീണ്ടും റീഓപ്പൺ ചെയ്യാനുള്ള കാരണം തന്നെ ഈ സാമുദായിക സമവാക്യം പാലിക്കാൻ കഴിയുന്നില്ല എന്നതുകൂടിയാണ്. ഈ അവിടെ വയനാട്ടിൽ സാധ്യതകൾ എന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ട ഇപ്പോൾ മുസ്ലിം വിഭാഗത്തിൽ സ്ഥാനാർത്ഥി വരിക രാഹുൽ ഇല്ലെങ്കിലെങ്കിൽ അത് MM ഹസന്റെ പേര് അത് ഏറെ പ്രാധാന്യത്തോടു കൂടി അവിടെ ചർച്ച ചെയ്യപ്പെടുന്ന ഒന്നാണ്. ടി സിദ്ദിഖ് അവിടെ നേരത്തെ മത്സരിക്കുമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ രാഹുൽ വന്നപ്പോൾ സിദ്ദിഖ് അവിടെ മാറ്റി നിർത്തപ്പെട്ടു. പക്ഷേ സിദ്ദിഖ് പിന്നീട് അവിടെ MLA ആയി വയനാട്ടിൽ തന്നെ. ഷാനിമോൾ ഉസ്മാൻ നമുക്കറിയാം ആലപ്പുഴയിൽ മത്സരിച്ച് പരാജയപ്പെട്ട ഒരാളാണ് ഷാനിമോൾ ഉസ്മാൻ. ഷാനിമോൾ ഉസ്മാന്റെ പേര് കാസർഗോഡടക്കം മത്സരിച്ച ആൾ കൂടിയാണ് ഷാനിമോൾ ഉസ്മാൻ. ഷാനിമോൾ ഉസ്മാന്റെ പേര് സജീവമായി പരിഗണിക്കുന്നുണ്ട്. PM നിയാസ് വയനാട്ടിൽ നിറഞ്ഞു നിൽക്കുന്ന കോൺഗ്രസ് നേതാവാണ്. ചാനൽ ചർച്ചകളിലെ സൗമ്യ മുഖമാണ് PM നിയാസിന്റെ പേരും അവിടെ ചർച്ചകളിലുണ്ട്. കിരൺ, അത് അതിനകത്ത് ഏറ്റവും പ്രധാനം അവിടെ സ്വാഭാവികമായി വരാൻ കൂടുതൽ സാധ്യതയുള്ള പേരുകൾ തന്നെയാണിത്. ഒന്ന് MM ഹസന്റെ ഒരു പ്രധാന വാദം, MM ഹസനെ അനുകൂലിക്കുന്ന പ്രധാന നേതാക്കളുടെ വാദം, MM ഹസന് ഒരു തവണ മാത്രമാണ് മന്ത്രിസ്ഥാനം നൽകാൻ കഴിഞ്ഞത്. അതുതന്നെ ഒരു പ്രധാനപ്പെട്ട വകുപ്പുകളൊന്നും പ്രവാസി കാര്യവും പാർലമെന്റ് കാര്യവും ഒക്കെ വകുപ്പുകൾ മാത്രമാണ് നൽകാൻ കഴിഞ്ഞത്. തലമുതിർന്ന നേതാവാണ്. ഒരു ഘട്ടം വന്നപ്പോൾ അദ്ദേഹത്തെ KPC പ്രസിഡന്റ് ആക്കിയത് പോലും യഥാർത്ഥത്തിൽ അന്നത്തെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഈ സാമുദായിക സമവാക്യം കൂടി പാലിക്കാൻ വേണ്ടി കൂടിയാണ്. അദ്ദേഹത്തിന് അവിടെ നിന്നും അദ്ദേഹത്തെ പിന്നീട് മാറ്റുന്നൊരവസ്ഥയുണ്ടായി. UDF കൺവീനറാണ്. അദ്ദേഹത്തിൻ്റെ അവസരം നൽകണം എന്നുള്ളൊരു ആവശ്യം ശക്തമായി തന്നെ ഒരു വിഭാഗം പ്രധാന നേതാക്കൾ ഉന്നയിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് വിഭാഗത്തിൽ ഉറച്ചു നിൽക്കുന്ന ഒരു പ്രധാനപ്പെട്ട നേതാവ് കൂടിയാണ്. മറ്റ് ഒരു പ്രധാനപ്പെട്ട പേര് ടി സിദ്ദിഖിൻ്റെ തന്നെയാണ്. ജയസാധ്യത കൂടി പരിഗണിച്ച് ടി സിദ്ദിഖിനാണ്. ഇപ്പോൾ വയനാടിനെ സംബന്ധിച്ചാണെങ്കിൽ കോൺഗ്രസിന് അങ്ങനെ ജയസാധ്യതയുടെ കാര്യമായ പ്രശ്നം വരുന്നില്ല. ടി സിദ്ദിഖിനെ പോലെ ചെറുപ്പക്കാരനായ ഒരാൾ വരണം, അങ്ങനെ ഒരാൾ തന്നെ വേണം വയനാട്ടിൽ വരേണ്ടത് എന്ന് വാദിക്കുന്നവരുണ്ട്. ടി സിദ്ദിഖ് MLA ആയിട്ട് നിൽക്കുകയാണ്. അതിന് അദ്ദേഹത്തിൻ്റെ താല്പര്യവും കൂടി അതിൽ പ്രധാനമാണ്. മറ്റൊരു പ്രധാന പേര് ഈ ഷാനിമോൾ ഉസ്മാന്റെ പേര് തന്നെയാണ്. അത് നമ്മൾ വനിതാ പ്രാതിനിധ്യവും മുസ്ലിം പ്രാതിനിധ്യത്തിനൊപ്പം വനിതാ പ്രാതിനിധ്യം കൂടി അതിൽ വരും. സ്വാഭാവികമായും നിലവിലെ ലിസ്റ്റിൽ ഒറ്റ പേര് മാത്രമാണ് വനിതയുള്ളത്. അത് കഴിഞ്ഞ തവണ ജയിച്ച രമ്യ ഹരിദാസ് മാത്രമാണ്. അപ്പോൾ ഒരു വനിത കൂടി വരണം, 2 വനിതയെങ്കിലും വേണ്ട എന്നുള്ളൊരു ചോദ്യം കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി പട്ടികയിലുണ്ട്. അങ്ങനെയാണെങ്കിൽ ഷാനിമോൾ ഉസ്മാന്റെ പേര് വരാൻ സാധ്യതയുണ്ട്. ഇനി അതൊന്നുമല്ല, വയനാടുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന കോഴിക്കോട് നിന്ന് ഒരാളെ തന്നെ സ്ഥാനാർത്ഥിയാക്കാൻ മറ്റൊരു തീരുമാനം വന്നാൽ KC വേണുഗോപാലിന് കൂടി കുറെ കൂടി താല്പര്യമുള്ള ഒരു നേതാവ് എന്ന നിലയ്ക്കാണെങ്കിൽ PM നിയാസിന്റെ പേര് കടന്നു വരാനുള്ള സാധ്യത കഴിയില്ല. കിരൺ, ഈ ആലപ്പുഴയിലെ സാമുദായിക സന്തുലിതാവസ്ഥ മാറുമ്പോഴാണല്ലേ ഇപ്പോൾ ഷാനിമോൾ ഉസ്മാൻ കഴിഞ്ഞ തവണ മുസ്ലിം പ്രാതിനിധ്യമായിരുന്നു, KC വന്നാലുള്ള മാറ്റമാണല്ലേ? ആലപ്പുഴയിൽ ഈ പറഞ്ഞതുപോലെ KC വന്നില്ലെങ്കിൽ സാധ്യതകളിലുള്ള ആളുകളും സ്വാഭാവികമായി ഉണ്ടാകുമല്ലോ വയനാട്ടിൽ ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ സംഭവിക്കുകയാണെങ്കിൽ. രഞ്ജിത്ത്, ഇതിനകത്ത് ഒരു പ്രധാനപ്പെട്ട വിഷയം, മുസ്ലിം വിഭാഗത്തിൽ നിന്ന് മത്സരിപ്പിക്കാൻ കഴിയുന്ന കോൺഗ്രസിന്റെ മണ്ഡലങ്ങളുണ്ട്. അത് വടക്കുന്നിടത്താൽ ഒന്ന് കാസർഗോഡാണ്. പിന്നീട് മുസ്ലിം വിഭാഗത്തെ മത്സരിക്കാൻ കൂടുതൽ കഴിയുന്നൊരു മണ്ഡലം വയനാട് മണ്ഡലമാണ്. പിന്നീട് വന്നു കഴിഞ്ഞാൽ ആലപ്പുഴ മണ്ഡലത്തിലാണ് മുസ്ലിം വിഭാഗത്തിൽ നിന്ന് ഒരാളെ മത്സരിപ്പിക്കാൻ കഴിയുക. ഇപ്രാവശ്യം അജയ് തറയിലൊക്കെ കൊടുത്ത റിപ്പോർട്ട് മുസ്ലിം വിഭാഗത്തിൽ നിന്ന് മത്സരിച്ചതിൻ്റെ കഴിഞ്ഞ തവണ ഉണ്ടായ തിരിച്ചടി കൂടി കണക്കെടുത്തുള്ള റിപ്പോർട്ടുകൾ കൂടി കൊടുത്തിട്ടുണ്ട് എന്നാണ് അറിയുന്നത്. പിന്നീട് ഒരു മത്സരിക്കാൻ കഴിയുന്നത് ചിറയൻകീഴാണ്. അത് ഇപ്പോഴത്തെ ആറ്റിങ്ങൽ ആണ്. തുടർച്ചയായി മത്സരിച്ചുകൊണ്ടിരുന്നതുമൊക്കെ ഈ മണ്ഡലങ്ങളാണ് മാറി മാറി
മത്സരിച്ചുകൊണ്ടിരുന്നത്. മുസ്ലിം വിഭാഗത്തിൽ നിന്ന് മത്സരിച്ചാൽ ആ മുസ്ലിം വിഭാഗത്തിന്റെ വോട്ട് കൂടി കൊണ്ട് ജയിക്കാൻ കഴിയുന്ന ഒരു മണ്ഡലം, അങ്ങനെ കണക്കൂട്ടിയാണല്ലോ പലപ്പോഴും സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആലപ്പുഴയിൽ കെ സി വേണുഗോപാൽ വന്നാൽ പിന്നീട് മത്സരിപ്പിക്കാൻ കഴിയുന്ന ഏക മണ്ഡലം ഈ വയനാട് മാത്രമാണ്. കണ്ണൂരിലേക്ക് അത്തരം ഒരു ആലോചന ഉണ്ടായിരുന്നു. പക്ഷേ കണ്ണൂരിന്റെ വിജയം ഉറപ്പാക്കാൻ കഴിയണമെങ്കിൽ കെ സുധാകരൻ തന്നെ മത്സരിക്കണം എന്നുള്ളൊരു നിലപാടാണ് ഈ സർവേകളിലും അതോടൊപ്പം തന്നെ കോൺഗ്രസ് ഹൈക്കമാൻഡ് ഭാഗത്തു നിന്നും എല്ലാം വന്നത്. അതുകൊണ്ട് കെ സുധാകരന്റെ കാര്യത്തിൽ ഏറെക്കുറെ അക്കാര്യത്തിൽ ഒരു പാനലാണ് ഇപ്പോൾ പോയിരിക്കുന്നതെങ്കിൽ പോലും കെ സുധാകരൻ തന്നെ അവിടെ സ്ഥാനാർത്ഥിയാവാൻ തന്നെയാണ് സാധ്യത. പത്തനംതിട്ടയിലേക്ക് വന്നാൽ കിരൺ, നമുക്ക് സമയക്കുറവുണ്ട്. പത്തനംതിട്ടയിലേക്ക് വന്നാൽ പത്തനംതിട്ടയിൽ ആന്റണി മാറുമോ എന്ന ചോദ്യം വളരെ പ്രധാനമായി ഉയരുന്നുണ്ട്. കരകലൂരിന്റെ റിപ്പോർട്ടിലൊക്കെ ആന്റണിക്ക് പ്രതികൂലമാണ് കാര്യങ്ങൾ. അല്ലെങ്കിൽ സാധ്യതകൾ അബിൻ വർക്കിയുടെ പേര് കേൾക്കുന്നു, അനിൽ തോമസിന്റെ പേര് കേൾക്കുന്നു, ജോസി സെബാസ്റ്റ്യന്റെ പേര് കേൾക്കുന്നു. പത്തനംതിട്ടയിൽ ഒരു മാറ്റം അത് ഒരുപക്ഷെ ഉണ്ടായേക്കാം അല്ലേ കിരൺ? രഞ്ജിത്തെ, ഒരു പ്രധാനപ്പെട്ട വിഷയം കോൺഗ്രസിന് മുന്നിൽ ഇപ്പോൾ നിൽക്കുന്നത്, നേരത്തെ ഈ ജയസാധ്യത കുറഞ്ഞ സ്ഥാനാർത്ഥികളെ മാറ്റണമെന്നൊരു ആലോചന ഉണ്ടായിരുന്നു. പിന്നീട് കോൺഗ്രസിന്റെ സംസ്ഥാന നേതൃത്വം പൊതുവായ ഒരു തീരുമാനമെടുത്തത് അങ്ങനെ 1-2 പേരെ മാറ്റി നിർത്തുമ്പോൾ അത് ഉണ്ടാക്കാവുന്ന ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് കൂടിയുണ്ട്. ആ സ്ഥാനാർത്ഥിയെ അനുകൂലിക്കുന്ന സമുദായ വിഭാഗങ്ങളും അല്ലെങ്കിൽ ആ സ്ഥാനാർത്ഥിയെ അനുകൂലിക്കുന്ന ഒരു ചെറിയ വിഭാഗം കാണും. അവർക്ക് മാത്രം അവരുടെ പ്രത്യേകമായ അവരോട് താല്പര്യമുള്ള വിഭാഗം, ആ വിഭാഗമൊക്കെ കോൺഗ്രസിന് എതിരാവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് മാറ്റേണ്ട എന്നുള്ളൊരു നിലപാടിലാണ് ഇപ്പോൾ നിലവിൽ നിൽക്കുന്നത്. പക്ഷേ പത്തനംതിട്ടയുടെ കാര്യത്തിൽ ഒരു രണ്ട് ചിന്ത ഇപ്പോഴും കോൺഗ്രസിൻ്റെ സംസ്ഥാന നേതൃത്വത്തിനിടയിലും അതോടൊപ്പം തന്നെ ദേശീയ നേതൃത്വത്തിനിടയിലും എല്ലാം അങ്ങനെ ഒരു ചിന്തയുണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ ആന്റണിയെ സംബന്ധിച്ച് നമുക്ക് ഇപ്പോഴും മാറ്റും എന്നൊന്നും ഉറപ്പിച്ച് പറയാൻ കഴിയില്ല. ആന്റണിയെ കഴിഞ്ഞ തവണയും മാറ്റുമെന്നൊക്കെ വലിയ ചർച്ചകൾ ഉണ്ടായതാണ്. പക്ഷേ സമർത്ഥമായി തന്നെ ഈ സമുദായിക നേതാക്കളെ, പ്രത്യേകിച്ച് സഭാ നേതൃത്വത്തെയൊക്കെ സമർത്ഥമായി കൈകാര്യം ചെയ്ത് ആന്റോ സീറ്റ് ഉറപ്പിക്കുകയും അവിടെ ത്രികോണ മത്സരം നടന്നുകൊണ്ടാണ് ആന്റണിക്ക് നല്ല ഭൂരിപക്ഷത്തിൽ ജയിക്കാൻ കഴിഞ്ഞത്. അങ്ങനെ ഒരു ജയം ഉറപ്പാക്കുകയും ഒക്കെ ചെയ്ത ആളാണ്. അങ്ങനെ ജയിക്കാനൊക്കെ ശേഷിയുള്ള ഒരാൾ കൂടിയാണ് ആന്റണി. പക്ഷേ അവിടെ ഒരു മാറ്റം വരികയാണെങ്കിൽ പ്രധാനമായും പരിഗണിക്കുന്നത് യൂത്ത് കോൺഗ്രസ് 3 പേരുടെ പേരാണ് നൽകിയിരുന്നത്. ഒന്ന് പത്തനംതിട്ടയിൽ അബിൻ വർക്കിയുടെ പേരാണ് നൽകിയിരുന്നത്, മറ്റൊന്ന് ആലപ്പുഴയിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ പേരാണ് നൽകിയിരുന്നത്, മറ്റൊരു പേര് നൽകിയിരുന്നത് ആലപ്പുഴയിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പേരും അതോടെ തന്നെ അബ്ദുൾ റഷീദിൻ്റെ പേര് കൂടിയാണ് കണ്ണൂരിലേക്ക് നൽകിയിരുന്നത്. ഇങ്ങനെ 3 പേരുകൾ നൽകിയിരുന്നു. എല്ലാ പ്രാവശ്യവും യൂത്ത് കോൺഗ്രസിൽ നിന്ന് ഒരാളെ പരിഗണിക്കാറുണ്ട്. കഴിഞ്ഞ തവണ ഡീൻ കുര്യാക്കോസിനെ പരിഗണിച്ചു, അതിന് മുമ്പത്തെ തവണയും ഡീൻ കുര്യാക്കോസിനെ പരിഗണിച്ചു, ഒപ്പം ടി സിദ്ദീഖിനെ പരിഗണിച്ചു. ഒരാളെയെങ്കിലും യൂത്ത് കോൺഗ്രസിൽ നിന്ന് പരിഗണിക്കും. ഇത്തവണ അങ്ങനെ ഒരാളെയും പരിഗണിക്കാൻ കഴിയാത്തൊരവസ്ഥ കൂടിയുണ്ട്. കഴിഞ്ഞ തവണ മത്സരിച്ചവർക്കെല്ലാം വീണ്ടും അവസരം കൊടുക്കുന്നു. യൂത്ത് കോൺഗ്രസിന് പൂർണ്ണമായും അവസരമില്ല. രാഹുൽ മാങ്കൂട്ടത്തിനോ അല്ലെങ്കിൽ അബിൻ വർക്കിക്കോ ഒന്നും അവസരമില്ല. അങ്ങനെയാണെങ്കിൽ അബിൻ വർക്കിയുടെ പേരിന് സ്വാഭാവികമായും അവിടെ ഒരു പ്രാമുഖ്യം ലഭിക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ അതിൽ ചൂണ്ടിക്കാണിക്കുന്ന ഒരു വിഷയം, കാത്തലിക് വിഭാഗത്തിൽ നിന്ന് 2 പേർക്ക് സീറ്റ് നൽകുക എന്നുള്ളതാണ് 4 ക്രിസ്ത്യാനികളിൽ കോൺഗ്രസ് തുടർന്നു വരുന്ന രീതി. മറ്റൊന്ന് ഒരു സീറ്റ് നൽകുന്നത് ലത്തീൻ വിഭാഗത്തിൽ നിന്നാണ്, മറ്റൊരു സീറ്റ് നൽകുന്നത് യാക്കോബായ വിഭാഗത്തിൽ നിന്ന്. അത് ബെന്നി ബെഹനാൻ സീറ്റിലേക്ക് വരുന്നുണ്ട്. അബിൻ വർക്കി വന്നാൽ അത് ഓർത്തഡോക്സ് വിഭാഗത്തിലാണ്. ഓർത്തഡോക്സ് വിഭാഗത്തിൽ നിന്ന് അങ്ങനെ സാധാരണഗതിയിൽ ഉമ്മൻചാണ്ടി ഇത്രയും കാലം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു MP സ്ഥാനം നൽകുന്ന പതിവില്ലായിരുന്നു. അങ്ങനെ ഒരു തടസ്സം വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായും DCC വൈസ് പ്രസിഡന്റായി ദീർഘകാലമായിരിക്കുന്ന യൂത്ത് കോൺഗ്രസിന്റെ മുൻ ദേശീയ സെക്രട്ടറിയും ഒക്കെ ആയിരുന്ന അനിൽ തോമസിന്റെ പേരിന് പരിഗണന വരാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ മറ്റൊരു പേര് ജോസി സെബാസ്റ്റ്യന്റെ പേരിനാണ്. നിലവിൽ ഈ അബിൻ വർക്കി കഴിഞ്ഞാൽ അനിൽ തോമസിന്റെ പേര് എന്ന രീതിയിൽ തന്നെയാണ് ചർച്ചകളൊക്കെ നടക്കുന്നത്. പക്ഷേ ഇതെല്ലാം കോൺഗ്രസിൽ അവസാന നിമിഷം എങ്ങനെയാണ് ആന്റണി സീറ്റ് ഉറപ്പിക്കുമോ അതോ മാറുമോ എന്നതിനെല്ലാം ആശ്രയിച്ചാണ് ഇത്തരം. തീർച്ചയായും അതാണ് പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും പത്തനംതിട്ടയിലെങ്കിലും ഒരുപക്ഷെ മാറ്റം ഉണ്ടായേക്കാം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിവരം. വയനാടുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്. ആലപ്പുഴയിലും സസ്പെൻസ് തുടരുകയാണ്. അതാണ് കേരളത്തിലെ കോൺഗ്രസിന്റെ പൊതുവെയുള്ള സ്ഥാനാർത്ഥി നിർണ്ണയവുമായി ബന്ധപ്പെട്ട അവസ്ഥ. പക്ഷേ കോൺഗ്രസിൽ പതിവാണിത്. എല്ലാ തെരഞ്ഞെടുപ്പുകളിലും തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തുമ്പോഴേക്ക്, തെരഞ്ഞെടുപ്പിന്റെ ഒരു കളം മുറുകുമ്പോഴേക്ക് സ്ഥാനാർത്ഥികൾ സജീവമാകും, പ്രചരണം കൊഴുക്കും, ത്രികോണ പോരാട്ടം കൂടി നമുക്ക് പല മണ്ഡലങ്ങളിലും കാണാം. ഇലക്ഷൻ ചാനൽ നാളെ മറ്റൊരു വിഷയമായി എത്താം. ഞാനും കിരണും തൽക്കാലം നിർത്തുന്നു. നമസ്കാരം.